ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ബിഗ് ബോസിലെ ബിന്നിയുടെ അടുത്ത് നിന്ന് എന്തോ ഒരു തെറി ചൈനീസ് ഭാഷയിലുള്ളതാണ്. അത് റെന ഫാത്തിമ പഠിച്ചെടുത്തിട്ട് അത് ബിഗ് ബോസിൽ മുഴുവൻ നടന്നിട്ട് വിളിക്കുവാണ്. ഇതാരെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന അനുമോളെ അനീഷിനെയും ജയിലിൽ കിടപ്പുണ്ടല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവരോടാണ് ഈ തെറിയൊക്കെ പറയുന്നത്. ഇത് മലയാളത്തിൽ വല്ലതായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു അടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, വലിയൊരു ഭൂകമ്പം തന്നെ നടക്കാം. പക്ഷേ ഇത് ജയിലിന് പുറത്ത് നടന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഭാഷ അറിയത്തില്ലല്ലോ, എന്തുകൊണ്ട് പറയുന്നതെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ റെന ഫാത്തിമയ്ക്ക് സ്വന്തമായിട്ടൊരു ഗെയിം ഇപ്പോൾ ഇല്ല നിലവിൽ. അതുകൊണ്ട് തന്നെ റെന ഫാത്തിമ ഈ ജിസേലിൻ്റെ പുറകെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നടക്കുവാണ്. ജിസേലിൻ്റെ പുറകെയാണ് നടക്കുന്നത്. അല്ലാതെ റെന ഫാത്തിമ എന്തിനാണ് വന്നതെന്നോ മത്സരിക്കാൻ വന്നതാണെന്നോ റെന ഫാത്തിമയ്ക്ക് ഗെയിം വേണം കളിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഉള്ളൊരു പെരുമാറ്റമൊന്നും അല്ല ഇപ്പോൾ റെന ഫാത്തിമയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. റെന ഫാത്തിമ മറന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ എന്തിനാണ് അവിടെ വന്നതെന്നുള്ള കാര്യം. ബിഗ് ബോസ് വീട്ടിൽ എന്തിനാണ് വന്നതെന്ന് പോലുള്ള കാര്യം മറന്നുകൊണ്ടാണ് റെന ഫാത്തിമ നടക്കുന്നത്. റെന ഫാത്തിമയ്ക്ക് ഒരു അല്പം പോലും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ആളെ പോലെയാണ് പെരുമാറുന്നത്. ഒരു പക്വത ഇതുവരെ ആയിട്ടില്ലെന്ന് പറയാം. കാരണം റെന ഫാത്തിമ വെറുതെ ഇരിക്കുന്ന ആളാണല്ലോ അനുമോളെയൊക്കെ വെറുതെ പോയിട്ട് ഇങ്ങനെ ചൈനീസ് ഭാഷയിലുള്ള തെറി പറഞ്ഞ് ആക്ഷേപിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല സത്യത്തിൽ. ഇതൊരു ബിഗ് ബോസ് വീടാണ്. ഇവിടെ ഇങ്ങനെ ഒരു വ്യക്തിയോട് ഇങ്ങനെ ശത്രുത ഉണ്ടാക്കിയെടുത്തിട്ട് ആളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോയി പറയുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അത് റെന ഫാത്തിമ കാണിക്കുന്നത് ശരിക്കും തെറ്റാണെന്ന് പറയാം. അതങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. റെന ഫാത്തിമ ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഒരു പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ അസഭ്യം പറയുക, ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല, ഒരിക്കലും നല്ലതല്ല.